IAS, IPS, IFS പോലത്തെ വലിയ ലക്ഷ്യങ്ങളിലെത്തണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ എത്ര സമയം ഒരു ദിവസം പഠിക്കണം? പല UPSC പ്രിപ്പറേഷൻ ചെയ്യുന്ന ആളുകളുടെയും അല്ലെങ്കിൽ അതിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെയും ഒരു ഡൗട്ടായിരിക്കും ഇത്. പലപ്പോഴും പല സ്ഥലങ്ങളിൽ നിന്നായി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പല ആളുകളും പറഞ്ഞ് ചിലപ്പോൾ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാവാം. നിങ്ങൾ 15 മണിക്കൂർ പഠിക്കണം, 20 മണിക്കൂർ പഠിക്കണം, അല്ലെങ്കിൽ 2 മണിക്കൂർ പഠിച്ചാൽ മതി, ഈ ഫുൾ ടൈം പഠിക്കണം, നിങ്ങൾ കളിക്കാനും പാടില്ല, വേറെ ഒന്നും ചെയ്യാൻ പാടില്ല, എവിടെ പ്രോഗ്രാമിന് പോകാൻ പാടില്ല, കല്യാണത്തിന് ഫുൾ ടൈം നിങ്ങൾ അതിൽ വേണം, ഫുൾ ടൈം പഠിക്കണം എന്നൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ തീരെ പഠിക്കേണ്ടെന്ന് പറയുന്ന പോലെ ഉണ്ടാവും. അപ്പൊ നമ്മൾ നോക്കുന്നത് എത്ര സമയം പഠിക്കണം, എങ്ങനെയാണ് ടൈം മാനേജ്മെന്റ് നിങ്ങൾ സമയത്തെ ഏറ്റവും നല്ല രീതിയിൽ UPSC പ്രിപ്പറേഷന് വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ടത് എന്നുള്ളതാണ്. ഒന്നാമതായി നിങ്ങൾ അതിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് IAS നേടാൻ, IAS എക്സാം എഴുതാൻ വേണ്ടി അല്ലെങ്കിൽ സിവിൽ സർവീസ് എക്സാം എഴുതാൻ വേണ്ടി ഇത്ര സമയം പഠിക്കണം എന്നൊരു നിബന്ധന എവിടെ ഇല്ല, അങ്ങനെ ഒരു മാനദണ്ഡം ഇല്ല. അല്ലെങ്കിൽ അത് നേടിയ ആളുകളെല്ലാം ഇത്ര സമയം തന്നെ പഠിച്ചവർ മാത്രമേ അത് നേടിയിട്ടുള്ളൂ, അങ്ങനെയില്ല. പല സമയം പഠിച്ച ആളുകൾ നേടിയിട്ടുണ്ട്. 2 മണിക്കൂർ വെച്ച് ഡെയിലി അല്ലെങ്കിൽ 5 മണിക്കൂർ വെച്ച് ഡെയിലി പഠിച്ച ആളുകൾ നേടിയിട്ടുണ്ട്. 10 മണിക്കൂർ വെച്ച് പഠിച്ച ആളുകൾ നേടിയിട്ടുണ്ട്. 15 മണിക്കൂർ ദിവസം സ്പെൻഡ് ചെയ്ത് പഠിച്ച ആളുകളുണ്ട്. അഥവാ നേടിയ ആളുകൾ പലവരും പല സമയങ്ങളാണ് പഠിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുക, അല്ലെങ്കിൽ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. അപ്പൊ എന്താണ് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് എത്രത്തോളം ഫോക്കസ് ഉണ്ട്, നമുക്ക് എത്രത്തോളം കാര്യങ്ങൾ വേഗത്തിൽ പഠിച്ചെടുക്കാൻ പറ്റും, എത്ര സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം എനിക്ക് ഇത്ര പഠിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് നിങ്ങൾ ഏത് ഘട്ടത്തിൽ നിൽക്കുന്നു നോക്കിയിട്ട് നമുക്കൊരു റഫ് ആയിട്ട് വേണമെങ്കിൽ ഇതിനെ 3 ആക്കി ഡിവൈഡ് ചെയ്യാം. ബിഗിനേഴ്സ്, ഒരു സീരീസ് പ്രിപ്പറേഷൻ ചെയ്യുന്ന ആളുകൾ, അഡ്വാൻസ് സ്റ്റഡി ചെയ്യുന്ന ആളുകൾ. ഒരു ബിഗിനേഴ്സിന്റെ അഭിപ്രായത്തിൽ പൊതുവെ തുടക്കക്കാർ 2 മണിക്കൂർ മുതൽ 4 മണിക്കൂർ വരെയൊക്കെ എന്ത് ചെയ്യേണ്ടതുള്ളൂ, UPSCക്ക് വേണ്ടി നിങ്ങൾ പഠിച്ചു തുടങ്ങേണ്ടതുള്ളൂ. അല്ലാതെ നാളെ പഠിക്കാമെന്ന്, നാളെ തന്നെ നിങ്ങൾ ഇതുവരെ ഒട്ടും പഠിക്കാത്ത ആൾ നാളെ പോയിട്ട് 15 മണിക്കൂർ വായിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു പഠനം ഒരിക്കലും നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ എപ്പോഴും പഠനം നമ്മൾ കൺസിസ്റ്റൻസി ആണ് ഇതിൽ വേണ്ടത്. കൺസിസ്റ്റന്റ് ആയിട്ട് സ്ഥിരമായിട്ട് ഏകദേശം ഒരു നിശ്ചിത സമയം പഠിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ ഒറ്റയടിക്ക് ഒരുപാട് സമയം പഠിക്കാൻ നോക്കി കഴിഞ്ഞാൽ നമുക്കത് മടുക്കും, ബോറടിക്കും, ടയേർഡാവും, സ്ട്രെസ് വരും, നമ്മൾ നിർത്തും. അതിന് പകരം തുടക്കക്കാർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് സമയം കൂട്ടി കൊണ്ടുപോകുന്നതാണ് നല്ലത്. തുടക്കക്കാർ 2 മണിക്കൂറിൽ തുടങ്ങാം. ഓരോ വീക്കിലി അത് 2 to 4 മണിക്കൂർ വരെ. ഒരു വീക്ക് കഴിയുമ്പോൾ എന്ത് ചെയ്യുക, 4 4.5 ആക്കാം, 5 ആക്കാം, 6 ആക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് എത്ര മണിക്കൂർ പഠിക്കാൻ പറ്റുമോ അത് നല്ലതാണ്. ഇനി 15 മണിക്കൂറുകൾ വെറുതെ സ്പെൻഡ് ചെയ്ത് ഒന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല, അത് എന്ത് ചെയ്യുന്നില്ല, നല്ല രീതിയിൽ മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ കുറെ ശ്രദ്ധ കിട്ടുന്നില്ല, കുറെ ഇങ്ങനെ വായിക്കുന്നുണ്ടാവും, ശ്രദ്ധ വേറെ എവിടെ ആയിരിക്കും, അങ്ങനത്തെ കൊണ്ട് കാര്യമില്ല. 5 മണിക്കൂർ നല്ല ക്വാളിറ്റി ടൈം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ, നിങ്ങൾക്ക് സിവിൽ സർവീസ് നേടാൻ പറ്റും. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആവുന്ന കാര്യം എന്താ, ഒന്ന് ക്വാളിറ്റി ടൈമാണ്. അഥവാ നമ്മൾ എത്ര കൂടുതൽ പഠിക്കുന്നു എന്നുള്ളതല്ല, എത്ര നന്നായി പഠിക്കുന്നു അതിനുവേണ്ടി സമയം കണ്ടെത്തുന്നുള്ളതാണ്. ഏറ്റവും എഫക്റ്റീവായിട്ട് സ്മാർട്ടായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ, സ്മാർട്ട് സ്റ്റഡി എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സിലബസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും മോഡൽ ക്വസ്റ്റ്യൻസും റിവിഷനൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പഠനം. അങ്ങനെ ശ്രദ്ധ ഓർമ്മ കിട്ടുന്ന രീതിയിൽ നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് ക്വാളിറ്റി ടൈം കണ്ടെത്താൻ പറ്റുകയാണെങ്കിൽ 4 മണിക്കൂർ മുതൽ 5 മണിക്കൂർ വരെ ഡെയിലി മതി. രണ്ടാമതോ, ഇതൊരു ദിവസം മതിയോ, പോരാ. ഇത് കൺസിസ്റ്റൻസി വേണം, ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണം. ഒരു 1 year എങ്കിലും എന്ത് ചെയ്യണം, ഒരു മിനിമം ടൈമിലാണെങ്കിൽ കൂടി നിങ്ങൾക്ക് പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണം. അതിൽ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു 1% ഇൻക്രീസ് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഒരു ദിവസം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു വർഷം കൊണ്ട് 37% നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ ബെറ്റർ ആവും, സമയത്തിൻ്റെ കാര്യത്തിലായാലും പഠനത്തിൻ്റെ കാര്യത്തിലായാലും. അപ്പോൾ ഏറ്റവും ചെറുതും തുടങ്ങുക, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കൂട്ടിക്കൊണ്ടുവരിക, അത് മെയിൻറ്റെയിൻ ചെയ്യുക, കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുക, ക്വാളിറ്റി ടൈം കണ്ടെത്തുക. നിങ്ങൾ ഫോൺ ഉപയോഗിച്ചും മറ്റുള്ള സംസാരിച്ചും കുറേ വേറെ ആലോചിച്ചും അങ്ങനെ ഒരുപാട് സമയം പഠിക്കുന്ന കാര്യമില്ല. ക്വാളിറ്റി ടൈം എന്ത് ചെയ്യുക, ഒരു 4-5 മണിക്കൂർ കണ്ടെത്തുക. പിന്നെ ബാക്കിയുള്ള സമയം കുറച്ച് റഫായിട്ട് വായിച്ചോ, കുറച്ച് അത്ര എഫക്റ്റീവ് അല്ലാതെ. അപ്പോൾ ക്വാളിറ്റി ടൈം നിങ്ങൾ ഡിവൈഡ് ചെയ്യുക. രാവിലെ എത്ര 2 മണിക്കൂർ, ഉച്ചക്കേശോ അല്ലെങ്കിൽ രാത്രിയോ, ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ഒരു 5-6 മണിക്കൂർ ക്വാളിറ്റി ടൈം കിട്ടിയാൽ മതി. എന്നാൽ തന്നെ നിങ്ങളുടെ പഠനം എന്ത് ചെയ്യും, ഏറ്റവും നല്ല രീതിയിൽ പോകാൻ വേണ്ടി എന്ത് ചെയ്യും, അത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ക്വാളിറ്റി ടൈമിലാണ് ഇമ്പോർട്ടൻസ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ പഠനത്തിന്റെ ക്വാളിറ്റി ഓഫ് സ്റ്റഡിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറുന്നത്. നിങ്ങൾ എത്ര പഠിക്കുന്നതല്ല, എത്രത്തോളം ക്വാളിറ്റിയിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട്, അത് റിവിഷൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ബിഗിനേഴ്സ് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ വെറുതെ ഒരുപാട് പഠിക്കുകയാണ് അല്ലെങ്കിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യണമെന്ന് ആലോചിച്ചൊന്നും ടെൻഷൻ അടിക്കേണ്ട. തുടക്കത്തിൽ എത്ര നിങ്ങൾക്ക് പറ്റുക അത് സ്പെൻഡ് ചെയ്താൽ മതി. ഓരോ ദിവസവും കുറയാഞ്ഞാൽ മതി. ഇന്ന് 10 മണിക്കൂർ, നാളെ 9, മറ്റന്നാൾ 8:30, 7, 7, 6, 5 അങ്ങനെ കുറഞ്ഞു വരരുത്. അരമണിക്കൂറിൽ തുടങ്ങിയിട്ട് നാളെ അത് 3/4 മണിക്കൂർ, മറ്റന്നാൾ 1 മണിക്കൂർ, 1.5, 2, 2.5, 3, 3.5, 4 അങ്ങനെ കൂടി പോവുകയാണെങ്കിൽ, പ്രോഗ്രസ് ഉണ്ടാവുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. അല്ലാതെ ഒരു ദിവസം 15 മണിക്കൂർ പഠിച്ച് താഴോട്ട് വരുന്നതല്ല ബെസ്റ്റ്. അപ്പോൾ
നമ്മൾ നല്ല സമയം കണ്ടെത്തുക, അതുപോലെ തന്നെ ഏറ്റവും എഫക്റ്റീവായിട്ട് പഠിക്കുക, ക്വാളിറ്റി ടൈം കണ്ടെത്തുക. ഇതിനൊക്കെയാണ് കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുക, നമ്മൾ സ്വയം റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുക, പ്രോഗ്രസ് ഉണ്ടാക്കുക. ഇതിനൊക്കെയാണ് സമയം. ഒരുപാട് സമയം പഠിക്കുന്നതിനേക്കാളും നല്ല സമയം കണ്ടെത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ UPSC പഠിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നമ്മുടെ മെൻറ്ററിംഗ് പ്രോഗ്രാമൊക്കെ ഉണ്ട്, ഇൻഡിവിജ്വൽ മെൻറ്ററിംഗ് പ്രോഗ്രാമുകളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയാനായിട്ട് ഇതേപോലെ നമ്പറുമായിട്ട് ബന്ധപ്പെടാം, കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഉടൻ കാണാം. അതുവരേക്കും ബൈ.